അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ നടക്കുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓട്ടോഫേജ്. ഓട്ടോഫേജ് എന്ന് പറയുമ്പോൾ ഓട്ടോ മീൻസ് സെൽഫ്, ഫേജ് മീൻസ് ഈറ്റിംഗ്. സോ ഈ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഓട്ടോഫേജ് അറ്റൈൻ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ബോഡിക്കും നമുക്കും എന്താണ് ഗുണമെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. മെയിൻ തിങ് പറയുന്നത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും, ബോഡി ഡീറ്റോക്സ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ പറ്റും, അതുപോലെ തന്നെ ഏജിങ് സ്ലോ ചെയ്യാൻ പറ്റും, അതുപോലെ പിന്നെ ലോഞ്ചിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ നല്ലൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പിന്നെ എനർജി നമുക്ക് നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ ഈ വീഡിയോൻ്റെ ഇനീഷ്യൽ പോർഷനിൽ ഈ ഓട്ടോഫേജി നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, ഏതൊക്കെ സ്റ്റേജിലൂടെയാണ് നമ്മുടെ ബോഡി പോകുന്നത്, നമുക്ക് ഏതൊക്കെ രീതിയിൽ ഓട്ടോഫേജ് നമുക്ക് അറ്റൈൻ ചെയ്യാം, ഇങ്ങനത്തെ ഈ ടോട്ടൽ പ്രോസസ്സാണ് നമ്മൾ ഈ വീഡിയോൻ്റെ ഇനീഷ്യൽ നമ്മൾ സ്റ്റേജിൽ പറയുന്നത്. നമ്മുടെ വീഡിയോൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ അവിടെയാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് ഇരിക്കുന്നത്. ബട്ട് അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കാണണം. അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ അവസാനത്തെ പോർഷൻ കറക്റ്റായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഓണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ആദ്യം എന്താ വരിക? എനിക്ക് വരുന്നത് എന്താ ചോദിച്ചാൽ, എനിക്ക് ഓണം സദ്യ വരും, ഓണക്കോടി വരും, പൂക്കളം വരും. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്, ഓണം വരാറായി കഴിഞ്ഞാൽ വീട് മൊത്തം നമ്മൾ ക്ലീൻ ചെയ്യേണ്ട വരും. അപ്പോൾ നമ്മുടെ ബോഡിക്കും ഒരു നാച്ചുറൽ ക്ലീനിങ് സിസ്റ്റം ഉണ്ട്. ആ പ്രോസസ്സിൻ്റെ പേരാണ് ഈ ഓട്ടോഫേജ് എന്ന് പറയുന്നത്. പക്ഷെ അത് ബോഡി ചില സമയത്ത് ചെയ്യാറുണ്ട്. പക്ഷേ നമുക്ക് ആ ഓട്ടോഫേജിൻ്റെ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിങ്ങിലൂടെ തന്നെയാണ്. ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ഓട്ടോഫേജ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫാസ്റ്റിംഗ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം നമ്മൾ നോർമലായിട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ ഫുഡിൽ ഉള്ള ഗ്ലൂക്കോസ് സെല്ലിൽ വെച്ചിട്ട് ATP പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് A T P ആണ് നമ്മുടെ എനർജി സോഴ്സ്. ആ എനർജി വെച്ചിട്ടാണ് നമ്മുടെ ദിനചര്യയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ബോഡി ഫങ്ഷൻ ആയിക്കോട്ടെ, ഓർഗൻ ഫങ്ഷൻ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നടക്കുന്നതും ഓടുന്നതും ചാടുന്നതും എന്തോ ആയിക്കോട്ടെ, അതിനുള്ള എല്ലാ എനർജിയും നമുക്ക് കിട്ടുന്നത് ആ ATP വഴിയാണ്. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ ഉള്ള എല്ലാ ഗ്ലൂക്കോസും ഈ ATP പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യില്ല. അപ്പോൾ ബാലൻസ് വരുന്ന ഗ്ലൂക്കോസ് ലിവറിലും മസിലിലും ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്തിട്ടും ബാലൻസ് വരുന്ന ഈ ഗ്ലൂക്കോസിനെ ഫാറ്റായിട്ട് കൂടി നമ്മൾ സ്റ്റോർ ചെയ്യും. സോ ഇനിഷ്യലി നമ്മൾ ഫാസ്റ്റിംഗ് നമ്മൾ എടുത്ത് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0 to 6 hours എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിലെ ഗ്ലൂക്കോസ് യൂസ് ചെയ്ത് ATP പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾക്ക് എനർജി എല്ലാവിടെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. വൺസ് സെക്കൻഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 6 to 12 hours എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്ലൂക്കോസ് തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ബോഡിക്ക് വീണ്ടും എനർജി വേണം. അപ്പോൾ ആ എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ മസിലിലുള്ള, അതായത് മസിൽ പ്ലസ് ലിവറിലുള്ള ഗ്ലൈക്കോജനെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എനർജി തരുന്നത് ആ ടൈമിൽ 6 to 12 hours. വൺസ് നമ്മൾ തേർഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ, അതായത് 12 to 16 hours നമ്മൾ ഫാസ്റ്റിങ്ങിൽ എത്തുമ്പോൾ ഗ്ലൈക്കോജൻ ഓൾമോസ്റ്റ് ഫിനിഷ് ആവും. പിന്നെ ആകെയുള്ളൊരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഫാറ്റാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഫാറ്റ് ബേണിംഗ് പ്ലസ് കീറ്റോസിസ് ആണ് നടക്കുന്നത്. അതായത് ഫാറ്റിനെ കീറ്റോൺ ബോഡി ആക്കിയിട്ടാണ് നമ്മൾക്ക് നമ്മുടെ ബോഡി എനർജി സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 6 to 12 hours വരെയുള്ള കാര്യങ്ങൾ ഫാസ്റ്റിങ്ങിൽ നടക്കുന്നത്.
ഈ 6 to 12 hours വരെ തന്നെ നമ്മൾ ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ലോസും ചെയ്യാം, നല്ല രീതിയിൽ കലോറി ബേണും ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു 16 to ഓൾമോസ്റ്റ് ഒരു 20 hours അല്ലെങ്കിൽ 19 hours നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈം പീരീഡിലാണ് ഈ ഓട്ടോഫേജ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ആക്ടിവേറ്റ് ആവുന്നത്. നമ്മൾ ഈ 16 hours ബ്രേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൽഡ് ഓട്ടോഫേജൊക്കെ അത് കിട്ടുള്ളൂ നമുക്ക്. ബട്ട് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 hours അല്ലെങ്കിൽ അതിൽ മാക്സിമം എത്രത്തോളം കൂടുതൽ ചെയ്യണോ അത്രത്തോളം നമ്മുടെ ബോഡി റീസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്കും ഓരോ ബോഡി കണ്ടീഷൻ ആയിരിക്കും. എല്ലാവർക്കും അവരവൻ്റെ കറണ്ട് സ്റ്റേറ്റ് അറിയാം. നമുക്ക് എത്രത്തോളം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റും, ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമുക്കൊരു 18 hours 19 hours 18 hours ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ 18 to 19 hours ഫാസ്റ്റ് ചെയ്താൽ തന്നെ ഓട്ടോഫേജ് ആക്ടിവേറ്റ് ആവും. വൺസ് ഓട്ടോഫേജ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് ഫാറ്റ് ബേണിങ് നടക്കും. സെക്കൻഡ്, നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ബെനിഫിറ്റും നമുക്ക് കിട്ടും. അതായത് ഈ ഡെഡ് സെല്ലും, അതായത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്ത സെല്ലും, ഇതിനെല്ലാം ബോഡി തന്നെ റീപ്ലേസ് ചെയ്യും. ഇത് റീപ്ലേസ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏജിങ് നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഡീടോക്സ് ചെയ്യും ബോഡിനെ. നല്ലൊരു ക്ലിയർ മൈൻഡ് നമുക്ക് ക്ലാരിറ്റി ഉള്ള മൈൻഡ് കിട്ടും നമുക്ക്. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു എനർജി ബൂസ്റ്റിങ്ങും ആ സമയത്ത് നമുക്ക് കിട്ടും. സോ ഇത് നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫാറ്റ് ബേണിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1 kilo നമ്മൾക്ക് കുറയ്ക്കണമെങ്കിൽ 7700 കലോറീസ് ബേൺ ചെയ്യണം. സോ നമ്മൾ ഇപ്പോൾ ഒരു 16 to 18 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഡെയിലി നമുക്ക് ഒരു 500 to 800 കലോറി വരെ നമുക്ക് ബേൺ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇതൊരു പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചെയ്ത് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കിലി നമുക്ക് ഒരു 0.5 to 1 kg വരെ സുഖമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഈ വേർഡ്, ഈ ഓട്ടോഫേജ് എന്ന വേർഡ് കോമൺ ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ ഈ ഇടയ്ക്കാണ് ഇത് കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറേ ആർട്ടിക്കിളും കാര്യങ്ങളും വായിച്ചപ്പോഴാണ് എനിക്കൊരു ഫെയർ ഐഡിയ കിട്ടിയത്. അപ്പോൾ ഇത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇതെന്തുകൊണ്ട് ഈ വേർഡ് ഇത്രത്തോളം ഫെമിലർ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ജസ്റ്റ് ഒരു ഫാസ്റ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. സോ നോർമലി ഇപ്പോൾ ഈ ഇൻഡസ്ട്രീസ് എന്തുകൊണ്ട് ഇത് ഹൈഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോർമലി ചെയ്യുന്നത് സപ്ലിമെൻറ്റും ക്രാഷ് ഡയറ്റും ഇതെല്ലാം ചെയ്തിട്ടൊക്കെയാണ് നോർമലി ഇത് ചെയ്യുന്നത്. സോ ഇപ്പോൾ എല്ലാവർക്കും നമുക്ക് നോർമലായിട്ട് ഫാസ്റ്റ് ചെയ്ത് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി അവർക്കത് നെഗറ്റീവായിട്ടല്ലേ ഇമ്പാക്റ്റ് ചെയ്യുക. അതുകൊണ്ടായിരിക്കാം അവരത് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെയിറ്റ് ലോസ് മാത്രമല്ല. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഇത്ര സമയം നമ്മൾ ഫാസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നമ്മുടെ ബോഡിനെ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ് ഇത് നടക്കുന്നത്. സോ ട്രൈ ചെയ്ത് നോക്കൂ. കീറ്റോസിസും ഓട്ടോഫേജും ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബോഡി നിങ്ങളുടെ അടുത്ത് ഒരു ബിഗ് താങ്ക്സ് പറയും. അതിന് ഞാൻ ഉറപ്പ് പറയുന്നു. സോ പിന്നെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തർക്ക് ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒറ്റയടിക്ക് ചിലപ്പോൾ 18 hours 19 hours ഫാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തർക്ക് ഓരോ ബോഡി കണ്ടീഷൻസാണ്. സോ നമുക്കറിയാം നമ്മുടെ ബോഡിക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം നമുക്ക് എത്രത്തോളം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും ഫാസ്റ്റിങ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് നമുക്കറിയാം. നമ്മുടെ ബോഡിനെ കുറിച്ച് അറിയുന്നത് പോലെ വേറെ ആർക്കും അറിയില്ല. നമുക്ക് ഏത് സമയത്ത് വിശക്കും, നമുക്ക് എത്രത്തോളം പിടിച്ച് നിൽക്കാൻ പറ്റും, നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവും. സോ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഫാസ്റ്റിംഗ് ഇനീഷ്യലി പ്ലാൻ ചെയ്യാൻ. നമുക്ക് സ്റ്റാർട്ടിങ് അത്രയും പറ്റാത്ത ആൾക്കാരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി ഒരു 16:8 റേഷ്യോ എന്നുള്ളത്, അതായത് 16 hours ഫാസ്റ്റിങ്ങും 8 hours ഫുഡ് ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യാം. അതായത് നമ്മളിപ്പോൾ രാത്രി ഒരു 8 മണിയാകുമ്പോഴേക്കും ഡിന്നർ കഴിച്ച് കഴിയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 12 മണിക്കായിരിക്കും നമ്മൾ ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് അതേപോലെ തന്നെ 12 മണിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഫുഡ് വരുന്നത് രാത്രി 8 മണിക്ക്, 8 hours ഗ്യാപ്പിൽ.
പക്ഷെ ഇപ്പം പക്ഷെ ഇത് നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അത് ജസ്റ്റ് 16 അവേഴ്സൊക്കെ നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ ഒരു മൈൽഡ് ഓട്ടോഫേജ് ഒക്കെ ആക്ടിവേറ്റ് ആവുള്ളൂ. പക്ഷെ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ചെയ്യാനും പറ്റും, വെയിറ്റ് ലൂസ് ചെയ്യാനും പറ്റും അത് ചെയ്യുന്നത് കൊണ്ട്. അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഓട്ടോഫേജ് ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ ഡെഫിനറ്റായിട്ട് 18 to 19 അവേഴ്സ് നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. സോ ആ ടൈം ഇൻ്റർവെല്ലാണ് അത് കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സൈക്കിളിൽ ആക്ടിവേറ്റ് ആവുക. അപ്പോൾ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് 18:6 എന്നുള്ള റേഷ്യോയിലാണ്. അതായത് 18 അവേഴ്സ് ഫാസ്റ്റ് ചെയ്യും, 6 അവേഴ്സ് ഫുഡ് ഇൻ്റർവെൽ. അതായത് രാത്രി 8 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഫുഡ് ഞാൻ കഴിക്കുന്നത് അടുത്ത ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അതിനിടയിൽ നമുക്ക് ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് വിശക്കും, നിങ്ങൾക്ക് ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവും, നല്ല രീതിയിൽ വിശപ്പ് വരും, ടയേർഡാവും, ഇതൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ നമുക്ക് ഉറപ്പായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും. സോ ഇതിനൊക്കെ നമുക്ക്, അതായത് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചാലും ഇല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഡെഫിനറ്റായിട്ട് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഈ ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ ഡെഫിനറ്റായിട്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും. സോ ഇതിനൊക്കെ നമുക്ക് കുറയ്ക്കണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ വെള്ളം കുടിക്കണം നന്നായിട്ട്. ഇടയ്ക്ക് നമുക്കൊരു കോഫിയോ ടീയോ കുടിക്കാം. പിന്നെ ഇത് ചെയ്യണതുകൊണ്ട് അടുത്ത കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ക്ഷീണം വരും. കാരണം സോഡിയം, പൊട്ടാഷ്യം അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ കുറയാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ കൊണ്ടുപോകുന്ന വെള്ളത്തിലോ കുറച്ച് റോക്ക് സാൾട്ട് അല്ലെങ്കിൽ ലൈം ഇത് ആഡ് ചെയ്യുക. സോ ഇത് നമുക്ക് നമ്മുടെ ഈ അയൺസിന് ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം, അതായത് ഫാസ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു ടൈം ഡിസൈഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 8 o'clock എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 o'clock രാത്രി 8 o'clock എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 o'clock കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കരുത് നൈറ്റ്. നെക്സ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് 2 മണിക്ക്, അതായത് 18 hours ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഡ്യൂറിങ് ഫാസ്റ്റിംഗ്, അതായത് ഫാസ്റ്റിംഗ് ടൈം അതായത് 8 PM to 2 PM ഇടയിൽ നമുക്ക് വെള്ളം കുടിക്കാം, ഒരു ബ്ലാക്ക് കോഫിയോ ഒരു ഗ്രീൻ ടീയോ കുടിക്കാം. പിന്നെ മെയിനായിട്ട് പറയുന്ന കാര്യം നോ ഷുഗർ, നോ മിൽക്ക്, പിന്നെ സ്നാക്സ്. ഇപ്പം നമ്മൾ നല്ല ഹംഗ്രി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക, അതേ ഒരു രക്ഷയുള്ളൂ. പിന്നെ ഫസ്റ്റ് മീൽ എന്ന് പറയുന്നത് 2 മണിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുക. തുടക്കത്തിൽ തന്നെ നല്ല വാരി വലിച്ച് വിശപ്പുള്ളതുകൊണ്ട് വാരി വലിച്ച് കഴിക്കരുത്. തുടക്കത്തിൽ നമ്മൾ ഒന്നില്ലെങ്കിൽ ഒരു സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗോ ഇത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക, കഴിക്കുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം 1 കപ്പ് റൈസ് അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് പ്ലസ് പ്രോട്ടീന് വേണ്ടിയിട്ട് ചിക്കനോ ഫിഷോ മീറ്റോ എഗ്ഗ് അങ്ങനത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ദാല് ഇത് കഴിക്കുക. പിന്നെ ലോഡ്സ് ഓഫ് വെജിറ്റബിൾസ് കഴിക്കുക. കാരണം വെജിറ്റബിൾസ് കഴിച്ചാൽ നമുക്ക് നമ്മുടെ ഗട്ടിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ സ്റ്റൊമക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾ കഴിക്കുന്നത്. പ്ലസ് അതിൽ നിറയെ ഫൈബേഴ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു 5 മണിയാകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്നാക്സ് കഴിക്കാം. അത് നട്ട്സോ അല്ലെങ്കിൽ അവക്കാഡോയോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്സോ അല്ലെങ്കിൽ സാലഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് നമുക്ക് 5 മണിക്ക് കഴിക്കാം. പിന്നെ ഒരു ഡിന്നർ ഒരു 7:30 ആകുമ്പോഴേക്കും കഴിക്കാൻ നോക്കുക. അതായത് 7:30 to 8 തീർക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലും ലൈറ്റായിട്ട് കഴിക്കാൻ നോക്കുക. ഒന്നില്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ ഫ്രൈഡ് വെജീസ് പ്ലസ് പ്രോട്ടീൻ, അതായത് പ്രോട്ടീൻ പറയുമ്പോൾ ഫിഷ്, എഗ്ഗ്, ദെൻ അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുക. പ്ലസ് ഒരു റൈസ്, ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങൾ ഹെവി ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അപ്പോൾ നമ്മളിത് കഴിക്കണതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മൾ ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണതുകൊണ്ട് രാത്രി നമുക്ക് ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കും. അപ്പോൾ ഇതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ 8 മണിക്ക് ശേഷം, രാത്രി 8 മണിക്ക് ശേഷം ക്ലോസ് യുവർ ഈറ്റിംഗ് വിൻഡോ. ഓൺലി വാട്ടർ അൺടിൽ 2 PM നെക്സ്റ്റ് ഡേ. ഇതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് എഫക്റ്റീവായിട്ട് നമുക്ക് ഇതിലും കൂടുതൽ സമയം ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ്, അവരുടെ ബോഡി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. നമ്മളും ഇപ്പോൾ ഇനീഷ്യലി നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബോഡി അഡാപ്റ്റ് ആവും. അപ്പോൾ ബോഡി അഡാപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഫാസ്റ്റിംഗ് ടൈം നമുക്ക് ഇൻക്രീസ് ചെയ്യാം. സോ
അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 18 hours ഫാസ്റ്റിംഗ് ആണെങ്കിൽ വീക്ക്ലി വൺസ് മേ ബി ഒരു സൺഡേ ചിലപ്പോൾ ഞാനൊരു 24 hours ഫാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 24 hours ചെയ്യുമ്പോൾ നമുക്ക് ഡെഫിനറ്റായിട്ട് ഈ ഓട്ടോഫേജ് പ്രോസസ്സ് നന്നായിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഈ ജപ്പാനിലൊക്കെ കണ്ടിട്ടില്ലേ, അവർ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുള്ളൂ, ചിലപ്പോൾ 2 നേരമൊക്കെ ഭക്ഷണം കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഉള്ളത്. അവർക്ക് നല്ല രീതിയിലുള്ള ലൈഫ് ലോഞ്ചിറ്റി ഉള്ളത്, അതായത് കുറേ കാലം ജീവിച്ചിരിക്കും, 100-120 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ജപ്പാനിലുണ്ട്. നിങ്ങൾ ഇക്കിഗായി പറഞ്ഞ ബുക്ക് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ബുക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവരിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 100 വർഷം ജീവിച്ചിരിക്കുന്ന എന്തുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവർക്ക് ആ ബുക്കിലൂടെ തന്നെ പറയുന്നുണ്ട് അവൻ്റെ പ്രോപ്പർ ഡയറ്റും ഫുഡ് കഴിക്കുന്ന സമയവും വർക്ക് ചെയ്യുന്നതും ബോഡി എക്സസൈസും. പിന്നെ വേറൊരു കാര്യം, ഈ സാധനം ഓട്ടോഫേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാം. അതായത് നമ്മൾ എന്തായാലും ഫാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമ്മൾ രാവിലെ എക്സസൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ജിമ്മിൽ പോകണമെങ്കിൽ ഒന്നും കഴിക്കുന്നില്ലല്ലോ, ആ ജിമ്മിൽ നമ്മൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ഉണ്ടാവും. ഈ പ്രോസസ്സ് നമ്മൾ സ്പീഡപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കോഫിയും ഈ സാധനം കഴിക്കുന്നത് കൊണ്ടും ഈ ഇടയിൽ ഗ്രീൻ ടീ കഴിക്കുന്നത് കൊണ്ടും നമുക്ക് ഇത് കൂട്ടാൻ പറ്റും. സോ നിങ്ങൾ ഈ പ്രോസസ്സ് നിങ്ങൾ ആദ്യം ഫൈൻഡ് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങളിത് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും, വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബോഡിനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റീസെറ്റ് ചെയ്യാൻ പറ്റും. ഈച്ച് ആൻഡ് എവറി സെൽ ഇറ്റ് വിൽ റീപ്ലേസ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിസർച്ചേഴ്സ് ക്യാൻസറിന് പോലും ഈ ഓട്ടോഫേജ് എന്നുള്ള സംഭവം യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവർ അതിനുള്ള ഇൻ ഫ്യൂച്ചർ മേ ബി ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് ഒരു ബിഗ് തിങ് ആയി മാറാൻ ചാൻസസ് ഉണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ഫ്രണ്ട്സിനും ഈ ജിമ്മിൽ പോകുന്നതും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഷെയർ ചെയ്യുക. എല്ലാവരും ചെയ്യുന്നുണ്ടാവും, ഫാസ്റ്റിങ്ങും ഡയറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രോപ്പർ വേയിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ.